രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. കാരണം എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട റഹീം ഇവിടെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങളായി ഹരിതയുടെ വിഷയം ചർച്ച ചെയ്യുന്ന എല്ലാ ചർച്ചകളിലും അദ്ദേഹം ഒരു സ്ഥിര പ്രാതിനിധ്യമായി കാണുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച ജനാധിപത്യ ആശയങ്ങളെയൊക്കെ, പുരോഗമന ആശയങ്ങളെ, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തിയിട്ടുള്ള കറക്റ്റീവായിട്ടുള്ള ഓരോ വാക്കുകളെയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, ജനാധിപത്യ ബോധത്തോടു കൂടി സ്വീകരിക്കുന്നു. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച കുറെ കാര്യങ്ങളുണ്ട്. ആണധികാരത്തിന്റെ തടവറയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത്തരത്തിൽ മനോഭാവമാണ് പ്രശ്നം എന്നൊക്കെയുള്ള ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റുകളെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. അതേസമയം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹരിതയുടെ വിഷയം ചർച്ചയ്ക്ക് വന്ന ഓരോ ദിവസവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മനപ്രയാസം എന്ന് പറയുന്നത്, ഹരിതയുടെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് ഉത്തരം പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശം റഹീമിനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വളരെ റീസെന്റ് ആയിക്കൊണ്ട് KTDCയുടെ ചെയർമാൻ ആയിക്കൊണ്ട് സ്ഥാനക്കയറ്റം കിട്ടിയ PK ശശിയെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നേ ഇല്ല. താങ്കൾ തിരുത്തലുകളെ കുറിച്ച് പറഞ്ഞുവല്ലോ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. ഞാൻ നേരത്തെയും സംസാരിച്ചു. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ജസ്റ്റിസ്, നീതി എന്ന ആശയത്തിന് തിരുത്തലിന് വലിയ പ്രാധാന്യമുണ്ട്. വളരെ റീസെന്റ് ആയിക്കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മുടെ മന്ത്രി AK ശശീന്ദ്രന്റെ ഒരു പ്രസ്താവന, അതിനു മുൻപ് വിജയരാഘവന്റെ നിരന്തരമായ പ്രസ്താവനകൾ, ഇത്തരത്തിലുള്ള തികച്ചു സ്ത്രീവിരുദ്ധമായ, ആളുകളെ പൂതന എന്ന് വിളിക്കുന്ന, ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ ആ പാർട്ടിക്കുള്ളിലുണ്ട്. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്, അഡ്രസ് ചെയ്യുകയും തിരുത്തപ്പെടേണ്ടതുമാണ്. അതിൽ അപലപിക്കുകയെങ്കിലും ചെയ്തിട്ട് ആ നേതാക്കന്മാരെ തിരുത്തിയിട്ട് നിങ്ങൾ വരൂ. മുസ്ലിം ലീഗിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച്, അതിലും അപ്പുറത്തായിക്കൊണ്ട് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് നമുക്ക് വിമർശിക്കാം. അതിനുള്ള അർഹത നിങ്ങൾക്ക് ഉണ്ട്. അത് അപ്പോൾ മാത്രമാണ്. തിരുത്താത്തിടത്തോളം കാലം നിങ്ങൾക്ക് അതിന് ധാർമ്മികമായ അവകാശമില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.